നിങ്ങളൊരു വാർത്ത കൊടുക്കുമെന്ന് എന്നിട്ട് ഇത് വിശദീകരണത്തിന് വേണ്ടി വരികയാണ്. പയ്യന്നൂർ കോൺഗ്രസ് പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെ ആക്രമിച്ചു. പിന്നീട് BJP പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെയും ആക്രമിച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുമോ എന്ന ഒരു സംശയം പലരും പ്രകടിപ്പിച്ചു. അപ്പോൾ ആ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SP-ക്കൊരു അപേക്ഷ നൽകിയിരുന്നു. പയ്യന്നൂർ SHO-വിന് അതിൻ്റെ കോപ്പി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. അത് ഈ പുസ്തക പ്രസാധന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്. മറ്റൊരു കാര്യത്തിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. പുസ്തക പ്രസാധന ചടങ്ങ് അലങ്കോലമാകാതിരിക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുള്ളത്. അന്നേ ദിവസം അല്ലാതെ ഇപ്പോൾ അതിനുശേഷം ഇല്ല, 4-ാം തീയതി വൈകുന്നേരം 4:30 മണിക്കാണ്. 4:30 മണി പറഞ്ഞാൽ 5 മണിക്ക് തുടങ്ങുക എന്നുള്ളതാണ് ആ പുസ്തക പ്രകാശന ചടങ്ങ്. ആ പരിപാടിക്ക് മാത്രമാണ് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. പോലീസിനോട് ആവശ്യപ്പെട്ടിട്ട് അതിനുശേഷം കോടതിയിൽ പോകാൻ എന്താ കാരണം? കോടതിയിൽ പോകാനുള്ള കാരണം കുറച്ചുകൂടി അതൊരു എഫക്റ്റീവ് ആവും എന്ന ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ്. ഹൈക്കോടതി പറയുന്നതും മറ്റതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഒരു ആക്രമിക്കപ്പെടുമോ എന്നൊരു ഭീതി ഉണ്ടോ? ഒരു ഭീതിയുമില്ല. ഇത് ചടങ്ങ് അലങ്കോലമാകരുത് എന്നതാണ്. മറ്റതൊരു ഭീതിയുമില്ല. കാരണം അത് ഏത് സമയത്തും സംഭവിക്കാമല്ലോ, ചെയ്യാൻ തീരുമാനിച്ചാൽ. അപ്പോൾ അതിലൊന്നും ഒരു ഭീതിയുമില്ല. ഭീതി ഉണ്ടായാൽ പിന്നെ നടക്കാനേ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഈ അലങ്കോലമാക്കുമെന്ന് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിരുന്നോ? അല്ല, സൂചനകളൊന്നുമില്ല. ഈ 2 സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുസ്തകത്തിലെ കുറച്ച് പരാമർശങ്ങളൊക്കെ ചില പേജുകളൊക്കെയാണ് പുറത്തു വന്നല്ലോ ഷാഡ. അത് എങ്ങനെ ചോർന്നിട്ടുണ്ട്. അത് എവിടുന്ന് ചോർന്നൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ അത് എവിടുന്നെന്ന് പറയുന്നില്ല, എവിടുന്നാന്ന് അറിയില്ല. ടി മധുസൂദനെതിരെ അതിലും രൂക്ഷ വിമർശനമുണ്ട്. നേരത്തെ പറഞ്ഞതിലും കൂടുതൽ അല്ല, അത് പുസ്തകം വരുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാമല്ലോ. പിന്നെ എന്തിനാണ് അഡ്വാൻസായി അങ്ങനെ ഒരു കാര്യം. പി സന്തോഷും ടി മധുസൂദനും തമ്മിലുള്ള ബന്ധം നിലവിൽ അതിനെക്കുറിച്ച് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം നിലവിൽ? അല്ല, ആ ബന്ധത്തെക്കുറിച്ച് ഞാൻ ഒറ്റ വാചകം മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. ടി മധുസൂദനും സന്തോഷം തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് പയ്യന്നൂരിലെ ആളുകളോട് അന്വേഷിച്ചാൽ അറിയൂ എന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും സൂചിപ്പിച്ചിട്ടില്ല.